ഈശോയുടെ സ്നേഹമുള്ളവരെ, ഇന്ന് നോമ്പിൻ്റെ 42-ാമത്തെ ദിവസമാണ്. നോമ്പുകാലത്തെ 7-ാമത്തെ ഞായറാഴ്ചയാണ്. ഓശാന തിരുനാൾ എന്നാണ് ഈ ദിവസത്തെ നാം പേര് നൽകി വിളിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം റംശാ പ്രാർത്ഥനയോടുകൂടി നാം വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിലേക്ക്, ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങൾ നടന്നതിനെ ഓർത്തുകൊണ്ട് ആഘോഷങ്ങളും ആചരണങ്ങളും നടത്തുന്ന ദിവസങ്ങളാണ് ഇത്. ഈശോ മഹത്വപൂർണമായി ജെറൂസലം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ് ഈ തിരുനാളിൻ്റെ കേന്ദ്രബിന്ദു. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമാണ്. എന്നാൽ വൈരുദ്ധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തിരുനാളാണിത്. കർത്താവിൻ്റെ ശൂന്യവൽക്കരണവും അവിടുത്തെ മഹത്വീകരണവും, മനുഷ്യാവതാരത്തിൻ്റെ ലാളിത്യവും യുഗാന്ത്യത്തിലെ അവിടുത്തെ മഹത്വീകരണവും, ഇത് രണ്ടും ഒരുപോലെ തെളിയുന്ന ദിവസമാണ് ഓശാന തിരുനാൾ ദിവസം. പഴയ നിയമത്തിൽ ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്, പ്രവചന പൂർത്തീകരണമാണ് ഈ ദിവസം നടന്നത്. ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായം 42-ഉം 43-ഉം വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദാവീദ് വംശജനായ സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ ജെറൂസലം ദേവാലയം വീണ്ടും നിർമ്മിച്ചതിന് ശേഷം ദേവാലയ പ്രതിഷ്ഠയുടെ 8-ാം ദിവസം ഒരു മഹാജനസമ്മേളനം നടന്നു. അന്ന് അവർ മരച്ചില്ലകൾ വിരിച്ച് പ്രദക്ഷിണമായി നീങ്ങി എന്ന് നാം വായിക്കുന്നുണ്ട്. ഈ ജനസഞ്ചയം യഥാർത്ഥത്തിൽ ഓശാന ഞായറാഴ്ചയിലെ ജനത്തിൻ്റെ പ്രദക്ഷിണത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. നെഹമ്യായുടെ പുസ്തകത്തിലും ഹഗായിയുടെ പുസ്തകത്തിലും നാം ഇത് വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ 4 സുവിശേഷകന്മാരും ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തങ്ങൾക്ക് അനുഭവപ്പെട്ട രീതിയിൽ അവർ ഓശാന പ്രദക്ഷിണം, ജെറൂസലം പ്രവേശനം, ദേവാലയ പ്രവേശനം രേഖപ്പെടുത്തി. ഇതിലൂടെ അവർ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളിതാണ്. ഈശോ ദൈവത്തിൽ നിന്നാണ്. ഈശോ മിശിഹായാണ്. ഈശോ ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ്. ആ സമയത്ത് ജനങ്ങൾ ഉദ്ഘോഷിച്ച ഒരു വാക്യമുണ്ടല്ലോ, ഓശാന. ഹല്ലേലൂയ പോലെ, ആമേൻ പോലെ, ഭാഷ വ്യത്യാസപ്പെടുത്താതെ ഇന്നും ആരാധനാക്രമത്തിലും ദൈവശാസ്ത്രത്തിലും ഉപയോഗിക്കുന്ന വാക്കാണ് ഓശാന. എന്നാൽ ചില രൂപഭേദങ്ങൾ വന്നിരിക്കുന്നു. അന്ന് ഓസിയാന എന്നതായിരുന്നെങ്കിൽ ഇന്ന് ഓശാന എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കണമേ അല്ലെങ്കിൽ രക്ഷിക്കണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സങ്കീർത്തനം 118, മർക്കോസിൻ്റെ സുവിശേഷം 11, മത്തായിയുടെ സുവിശേഷം 21, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെല്ലാം നാം ഇവിടെ വായിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ചയുടെ 6 ദിവസം മുമ്പ് ഈശോ ബഥാനിയ ഗ്രാമത്തിലെത്തി. അവിടെയാണ് ലാസറിനെ അവിടുന്ന് ഉയർപ്പിച്ചത്. അവിടുന്ന് എത്തിയതിൻ്റെ പിറ്റേ ദിവസം മഹത്വപൂർണമായി അവിടുന്ന് ജെറൂസലം പട്ടണപ്രവേശനം നടത്തുകയാണ്. ഏതാനും ചില കൊച്ചു ചിന്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നാം എടുക്കുകയാണ്. എന്തുകൊണ്ടാണ് കഴുത ഒരേ സമയം മഹത്വവും എളിമയും സൂചിപ്പിക്കുന്നതാണ്?
വെളുത്ത കഴുത അവിടുത്തെ കർത്തൃത്വവും രാജത്വവും സൂചിപ്പിക്കുന്നതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നാം ഇത് വായിക്കുന്നുണ്ട്. സാത്താൻ്റെ സന്താനമായ അഹങ്കാരത്തെ നശിപ്പിക്കാനും എല്ലാ നല്ലതിൻ്റെയും കാരണവും ഉറവിടവും വിനയമാണെന്ന് കാണിക്കുവാനായിട്ടാണ് ഈശോ കഴുതപ്പുറത്ത് യാത്രയായത്. ഈശോയുടെ യാത്ര അത് പ്രവചന പൂർത്തീകരണമായിരുന്നു. പ്രവാചകനായ ബാലാം ദൈവഹിതത്തിനെതിരായി ബാലാക്കിൻ്റെ സേവകരോടൊപ്പം യാത്ര ചെയ്തത് കഴുതപ്പുറത്താണ്. ആ കഴുതയാണ് ബാലാമിനെ ദൈവദൂതൻ്റെ വാളിൽ നിന്ന് രക്ഷിച്ചത്. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടത്. അഭിഷേകത്തിനായി സോളമൻ രാജാവ് എത്തിയത് കഴുതപ്പുറത്താണ്. അപ്പോൾ ജനം വിളിച്ചു പറഞ്ഞു, സോളമൻ രാജാവ് നീണാൽ വാഴട്ടെ. പ്രതാപവാനായി ആയിരിക്കുന്ന രാജാവിൻ്റെ അടയാളമാണ് കഴുത എന്നത്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. സക്കറിയാ നബിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നാം ഇതേക്കുറിച്ച് തന്നെ വായിക്കുന്നു. കഴുതപ്പുറത്തുള്ള യാത്ര സമാധാനത്തിൻ്റെ അടയാളമാണ്. ഈ പ്രവചന പൂർത്തീകരണമാണ് ഇവിടെ ജെറൂസലം പ്രവേശനത്തിൽ നാം കാണുന്നത്. രണ്ടാമത്തത് അവർ വിരിച്ച വസ്ത്രങ്ങളാണ്. വസ്ത്രങ്ങൾ ഊരി വിരിച്ചു എന്നതാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നാം വായിക്കുന്നു, അത് കടന്നു പോകുന്നയാളിൻ്റെ മഹത്വത്തിൻ്റെയും രാജത്വത്തിൻ്റെയും അടയാളമായിട്ടാണ് വസ്ത്രം വിരിക്കുക എന്നത് ഉണ്ടായിരുന്നത്. ഇന്ന് നാം ചുവപ്പ് പരവതാനി വിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതിന് പകരമായി സംഭവിച്ചതാണ് അന്ന് നടന്നിരുന്നത്. അങ്ങനെയാണ് എന്ന് മാത്രം മനസ്സിലാക്കണം. വിശുദ്ധ അപ്രയം ജനം വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ചതിനെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, മുത്തിനായി മുങ്ങാംകുഴിയിടുന്നവർ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാറുള്ളതുപോലെ മിശിഹായാകുന്ന മുത്തു ലഭിക്കണമെങ്കിൽ വസ്ത്രങ്ങൾ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ പ്രകൃതിയുടെയും അഹങ്കാരവുമൊക്കെ ഉരിഞ്ഞു നീക്കൽ നടക്കേണ്ടിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ ഊരി വഴിയിൽ വിരിച്ച് ഓശാന വിളികൾ ഉയർത്തിയതിൻ്റെ അർത്ഥമെന്താണെന്ന് വ്യക്തമാകും. പാപത്തിൻ്റെ ഫലമായി തങ്ങൾ അണിഞ്ഞിരിക്കുന്ന മേൽക്കുപ്പായങ്ങളെ ഊരിമാറ്റി രക്ഷിക്കാനായി കേണു വിളിക്കുന്ന ഏതൊരാളോടും ഈശോ കരുണ കാണിക്കും. അവനെ വീണ്ടെടുത്ത് നഷ്ടമായ മഹത്വത്തിൻ്റെ വസ്ത്രം അവന് നൽകും എന്നാണ് ഇവിടെ അതിനെ വ്യാഖ്യാനിച്ച് നൽകിയിരിക്കുക. സത്യത്തിൽ ഈ തിരുനാളിൻ്റെ അർത്ഥം എന്താണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെ നാം ഇപ്രകാരമുള്ള ചിന്തകളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈശോ ദൈവത്തിൽ നിന്നാണ്. ഈശോ മിശിഹായാണ്. ഈശോ ദാവീദിൻ്റെ പുത്രനാണ്. അവിടുന്ന് പ്രവചന പൂർത്തീകരണമാണ് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരിക. ഈശോ ദാവീദിൻ്റെ വംശത്തിൽ പിറന്ന രാജാവാണ്. ഈശോ വിനീതനായ സമാധാന രാജാവാണ്. ഈശോ കർത്താവാണ്. ഈശോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. മിശിഹ ഓർസ്ലമിൽ മഹത്വീകൃതനായി പ്രവേശിച്ചത് അവൻ്റെ സ്വർഗീയ ഓർസ്ലം പ്രവേശനത്തിൻ്റെ മുന്നാസ്വാദനമായാണ്. രക്ഷകനായ ഈശോ തൻ്റെ ശൂന്യവൽക്കരണം വഴി ദൈവത്തോളം ഉയരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ അഹങ്കാരത്തിന് വിനീത ദാസനായി പരിഹാരം ചെയ്തു എന്ന് നാം മനസ്സിലാക്കണം. ഓശാന വിളികൾ അവൻ്റെ മനുഷ്യത്വത്തെയും ത്രൈശുദ്ധ കീർത്തനം അവൻ്റെ ദൈവത്വത്തെയും വെളിവാക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ച ഉത്ഥാനം ചെയ്ത ഈശോ ജീവദാതാവാണ് എന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. മിശിഹായും സഭയും
വധൂവരന്മാരാണ്. ജെറൂസലത്തേക്ക് കടന്നതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. സഭ സ്ലീവായ രക്ഷിക്കപ്പെട്ട സമൂഹമാണ്. അതിനാണ് അവൻ ജെറൂസലത്തേക്ക് കടന്നു വന്നത്. ഈശോയെ തള്ളിപ്പറഞ്ഞ പഴയ ഇസ്രായേലിൻ്റെ സ്ഥാനത്ത് പുതിയ ഇസ്രായേലാണ് ഈ ഓശാന ഞായറാഴ്ച ജന്മമെടുക്കുന്നത്. പുതിയ ഇസ്രായേലിൽ ജനവും ജനതകളും ഭൂവാസികളും സ്വർഗവാസികളും ഒരു ഗണമാകുന്നു. അവിടെ കുഞ്ഞുങ്ങൾ ആർത്തു വിളിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഈശോ പറഞ്ഞല്ലോ, ഈ കല്ലുകൾ പോലും അവനെ അവൻ്റെ കർത്തൃത്വം ഏറ്റുപറഞ്ഞ് ആർത്തു വിളിക്കുമെന്ന്. ദൈവീക രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ യോഗ്യത നേടിയ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ഈശോ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയ പരിശുദ്ധിയുടെ ആവശ്യകത നമ്മെ പഠിപ്പിക്കുന്നു. സന്തോഷത്തിൻ്റെ ഈ തിരുനാൾ മഹാരാജാവിൻ്റെ എളിമയും കുഞ്ഞുങ്ങളുടെ പാണ്ഡിത്യവും വെളിവാക്കുന്നു. ഇതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കർത്താവാണ് എന്നേറ്റ് പറയാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള എളിമയും ഹൃദയത്തിൽ ലാളിത്യവും ജീവിതത്തിൽ വിനയവും നമുക്കുണ്ടാകട്ടെ. കഴുതപ്പുറത്ത് വരുന്നവനാകട്ടെ വിനീതനായ രാജാവ്, എനിക്ക് വേണ്ടി എല്ലാവരാലും പരിത്യക്തനായി കുരിശിൽ മരിക്കാനായി നിശ്ചയദാർഢ്യത്തോടുകൂടി ജെറൂസലത്തേക്ക് കടന്നു വരുന്നു ഈശോ. ജെറൂസലമിൽ വെളിയിൽ വെച്ച് അവൻ കുരിശിൽ രക്തം ചിന്തേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഉറച്ച വിശ്വാസത്തോടെ ധൈര്യത്തോടെ ഈശോ കടന്നു വരുന്നു. അവൻ്റെ പ്രദക്ഷിണത്തിൽ നമുക്കുമായിരുന്നു കൊണ്ട് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കാം, ഓശാന, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്.